നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 497th day. Today 6th chapter 97th ശ്ലോക. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 497 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 97ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 97ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സൂതോ ഉവാച ആകൃഷ്ടനിർഘമാത്രിംശ ദർശാദധിഗതേ കലൗ നവമീതോ നഭസ്യേജ കഥാരംഭം ശുഗോ കരേത്. സൂത ഉവാച ആകൃഷ്ടനിർഘമാത്രിംശദ്വർഷാധിഗതേ കലൗ നവമീതോ നഭസ്യേജ കഥാരംഭം ശുഗോ കരീത്. ഓം തത്സത്. എപ്പോഴൊക്കെയാണ് ഈ ശ്രീമദ് മഹാഭാഗവതം ഉപദേശിച്ചു കൊടുത്തത്, ആ കാലത്തെക്കുറിച്ച് പറയണം എന്ന് ഈ ശൗനകാദികൾ പറഞ്ഞപ്പോൾ സൂതൻ അവർക്ക് മറുപടി പറയുകയാണ്. സൂതൻ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ നിന്ന് ആ കൃഷ്ണ നിർഗമ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ നിന്നും നിർഗമിച്ച ശേഷം കലിവർഷം 30ാമത്തിൽ കന്നിമാസം നവമീതോ നഭസ്യ കന്നിമാസം ശുക്ല നവമി ദിവസം മുതൽക്ക് നഭസ്യ അന്നു മുതൽ ശ്രീശുകമുനി പരീക്ഷത്തിനായിട്ട് ഉപദേശിച്ചു. എപ്പോഴാണ് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ഇത് പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ പറയുകയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ നിന്നും പോയ ഉടനെയാണ് കലികാലം. ദ്വാപര യുഗത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നത്. കലികാലത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയെ വിട്ടു പോയി 30 വർഷം തികഞ്ഞതിന് ശേഷം ഒരു ശുക്ല നവമി, വെളുത്തപക്ഷത്തിലുള്ള നവമി ദിവസം മുതലാണ് ഈ ശുകബ്രഹ്മർഷി പരീക്ഷിതന് ശാപം ലഭിക്കുകയും പ്രായോപവേശം ചെയ്ത് ഗംഗാതടത്തിലിരുന്ന് മരണത്തെ സന്തോഷമായി വരിക്കുവാൻ എങ്ങനെയാണ് മരണത്തെ വരിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് സന്യാസിമാരെയെല്ലാം വിളിച്ചു വരുത്തി പരീക്ഷിത് മഹാരാജാവ് ഗംഗാതടത്തിൽ ചെന്നിരുന്നപ്പോൾ യാദൃച്ഛികമായിട്ട് അവിടെ ശ്രീശുകബ്രഹ്മർഷി എത്തിച്ചേരുകയും അങ്ങനെ ശ്രീശുകബ്രഹ്മർഷി പരീക്ഷിത്തിനായിക്കൊണ്ട് ആ ശുക്ല നവമി ദിവസം കഥാരംഭം ശുകബ്രഹ്മർഷി കഥയെ ആരംഭിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു. കഴിഞ്ഞ ശ്ലോകത്തിൽ നാം കണ്ടു ശൗനകാദികൾ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടി ശ്രീശുക ബ്രഹ്മർഷി കഥ ഇന്ന ദിവസം ആരംഭിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കഥ 7 ദിവസം കേട്ടതിന് ശേഷം മരണഭയം അശേഷമില്ലാതെ ജീവൻ മുക്തനായിട്ട് അതീവ സന്തോഷത്തോടുകൂടി മരണത്തെ വരിക്കുവാൻ, അതായത് മരിക്കുന്നതിന് മുൻപേ തന്നെ മുക്തി ലഭിക്കുവാനുള്ള ഭാഗ്യം പരീക്ഷത്തിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ പരീക്ഷത്തിന് കിട്ടിയ തക്ഷകൻ കടിച്ച് മരിക്കട്ടെ എന്നുള്ള ശാപം പരീക്ഷത്തിന് കിട്ടിയത് യഥാർത്ഥത്തിൽ പരീക്ഷത്തിന് ഒരു അനുഗ്രഹമാവുകയാണ് ഉണ്ടായത്. മരണം എല്ലാവർക്കും സുനിശ്ചിതമാണ്. എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അടുത്ത നിമിഷം തന്നെ നാം ഇല്ലാതാവാം. പക്ഷേ ഇല്ലാതാവും എന്നറിയുമ്പോൾ ഏത് നിമിഷവും ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ ആ ഭഗവാനിലേക്ക് ലയിക്കാൻ സാധിക്കും. പരീക്ഷത്തിന് 7 ദിവസം മുൻകൂട്ടി അറിയാൻ സാധിച്ചു. 7 ദിവസം കഴിഞ്ഞിട്ടേ താൻ മരിക്കുകയുള്ളൂ. നമുക്കാർക്കും ഏത് നിമിഷമാണ് നാം മരിക്കുക എന്ന്
അറിയുകയില്ല. അതുകൊണ്ട് എപ്പോഴും ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണം എന്ന് മനസ്സിലാക്കണം. ശ്ലോകം ഒരിക്കൽ കൂടി. സൂത ഉവാച ആകൃഷ്ണനിർഗമ ത്രിംശദ്വർഷാധികഗതേ കലോ നവമീതോ നഭസ്യേജ കഥാരംഭം ശുഗോകരേത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.